റൈറ്റ്. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് കമ്മിറ്റി മത്സരങ്ങൾ നടത്തുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫൗളിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ജോഗായി, അതായത് എക്സിറ്റ് ഫ്രം ദ തെറ്റാമി. നമുക്കറിയാം, കമ്മിറ്റി മത്സരങ്ങൾ നടക്കുന്നത് ഒരു തെറ്റാമിയിലാണ്. 8 സ്ക്വയർ മീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു തെറ്റാമിയിലാണ്. അപ്പം ഈ തെറ്റാമിക്ക് അതിരുകളുണ്ട്, ഒരു പെരിമീറ്ററിന് അതിരുകളുണ്ട്. ഈ അതിരിന് പുറത്തേക്ക്, അതായത് ഇതിൻ്റെ ബോർഡറിന് പുറത്തേക്ക് കോമ്പറ്റേറ്റേഴ്സ് പോകാൻ അനുവദനീയമല്ല. അപ്പോൾ ബോർഡറിന് പുറത്തേക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ജോഗായിയായി കണക്കാക്കുകയും അയാൾക്ക് ഫൗൾ കൊടുക്കുകയും ചെയ്യും. ഇനി അതിനൊരു എക്സ്പ്ലനേഷനുണ്ട്. നോട്ട് കോസ്ഡ് ബൈ എ ഒപ്പോണൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി അല്ലാതെയോ, അതായത് ഒപ്പോണൻറ്റ് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ലാതെ ആയിരിക്കണം, സ്വമേധയായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്ലോസ്, ഏതെങ്കിലും ഒരു സ്കോർ എടുത്തതിന് തൊട്ട് പിന്നാലെ ആയിരിക്കരുത്. അതായത് ഒരു സ്കോർ എടുത്തതിന് തൊട്ട് പിന്നാലെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ജോഗായി ഫൗൾ കൊടുക്കുന്നതല്ല, പകരം സ്കോർ കൊടുക്കുന്നതായിരിക്കും. ഈ പോയിന്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഷുബു, അശ്വിനി, യമേ. ഇപ്പോൾ ആവോ ഈ മത്സരത്തിൽ സ്വമേധയാ പുറത്തു പോയി. ആവോ സ്വമേധയാ പുറത്തു പോയതുകൊണ്ട് ആവോയ്ക്ക് ജോഗായി ഫൗൾ കൊടുക്കണം. ആവോ ചുയ്, ആവോയ്ക്ക് ജോഗായിയുടെ ഫൗൾ കൊടുക്കും. തസ്കത്തെ ചുയ്, യമേ. ഈ കേസിലിപ്പോൾ ആവോ സ്കോർ ചെയ്തു, അവിടെ ഒരു ചുദാൻസുക്കി വന്നു, പക്ഷേ അതിൻ്റെ അടുത്ത സെക്കൻഡിൽ ആവോ സ്റ്റെപ്പ് ഔട്ടും ചെയ്തു. അപ്പം ഈ ഇങ്ങനൊരു അവസരത്തിൽ ആവോയ്ക്ക് ജോഗായി ഫൗൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്കോറിനെ തുടർന്നാണ് ജോഗായി വന്നിരിക്കുന്നത്. അപ്പോൾ ആവോയ്ക്ക് ജോഗായി അല്ല കൊടുക്കേണ്ടത്, സ്കോറാണ് കൊടുക്കേണ്ടത്. ആവോ ചുദാൻസുക്കി യുക്കോ ആവോ സെൻഷു. സ്കോറിംഗ് ടെക്നിക്കുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.